ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ അവസാനത്തെ ദിവസത്തിലേക്ക് വന്നേക്കാണ്. അതായത് നമ്മൾ 14 ദിവസത്തെ ഒരു ഇവൻ്റായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. നമ്മുടെ 14ാമത്തെ വീഡിയോ ആണ് ഇന്ന് വരണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 13 ദിവസം കൊണ്ട് നമ്മളൊരു വെബ്സൈറ്റ് ഡിസൈനിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളിപ്പോൾ അറിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അവസാനമായിട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇത്ര ദിവസം നമ്മൾ പ്രൊജക്റ്റുകളൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിലാണ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അത് എവിടെയെങ്കിലും ഒന്ന് ഹോസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതൊന്ന് ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയ രീതി എങ്ങനെയാണ്, എവിടെയാണ് ചെയ്യാൻ പറ്റുക, ഇതൊക്കെയാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാം. സ്റ്റാറ്റിക് വെബ്സൈറ്റ് കേട്ടോ, സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഒരു കസ്റ്റം ഡൊമൈൻ ആഡ് ചെയ്യുക, അതിനൊരു SSL സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യുക, അതായത് ആ സെക്യൂരിറ്റി സെക്യൂർ ആക്കുക. അതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നെറ്റ്ലിഫി.com എന്ന് പറഞ്ഞൊരു സൈറ്റിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈറ്റിലാണ് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ സ്റ്റാറ്റിക് വെബ്സൈറ്റുകൾ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അപ്പോൾ ഇവിടെ പ്രൈസിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പല പ്രൈസിങ് കാര്യങ്ങൾ കാണാൻ പറ്റും. പക്ഷേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇത് ഫ്രീ ആണ്. പക്ഷേ ഫ്രീ ആണെങ്കിൽ തന്നെയും അതിൻ്റേതായ കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരുവിധം നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഹോസ്റ്റിംഗ് ആണ് ഇപ്പോൾ ഒരു പ്രൊവൈഡ് ചെയ്യണത്. ഫ്രീ ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഹോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം എന്ത് വേണം, ഒരു അക്കൗണ്ട് വേണം. അപ്പോൾ അക്കൗണ്ട് ഇല്ലാത്തവർ സൈനപ്പ് കൊടുത്ത് ഒരു അക്കൗണ്ട് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇമെയിലാണ് യൂസ് ചെയ്യണത്. അതിൽ ലോഗിൻ കൊടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ലോഗിൻ കൊടുത്തു. ലോഗിൻ കൊടുക്കുമ്പോൾ എൻ്റെ ഒരു പാനലിലേക്ക് വരും. ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്നതും അതിനെ മാനേജ് ചെയ്യുന്നതും അതിൻ്റെ ഡൊമൈൻ കണക്ട് ചെയ്യുന്നതും ഒക്കെ ഇവിടെയാണ്. അപ്പോൾ ആക്ച്വലി ഇത് ഹോസ്റ്റ് ചെയ്യാൻ വളരെ 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 സിമ്പിളാണ്. അതായത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ടു ഡു ആപ്പിൻ്റെ അതൊരു ഫോൾഡറിലാക്കിയിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ, എൻ്റെ ഫയൽസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചുമ്മാ ഈ ഫോൾഡർ എടുത്തിട്ട് ഇവിടെ ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒന്ന് സൈറ്റ് ഹോസ്റ്റ് ചെയ്യുക, പിന്നെ ഒരു കസ്റ്റം ഡൊമൈൻ ആഡ് ചെയ്യുക, അതിന് SSL സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യുക. 3 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ അപ്ലോഡ് ചെയ്തു, ഡിപ്ലോയ് ചെയ്തു, അത് പബ്ലിഷ്ഡ് ആണ്. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിവ്യൂ ഡിപ്ലോയ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടു ഡു ആപ്പ് ഇവിടെ ഫുള്ളി വർക്കിംഗ് ആയിട്ട് ഇവിടെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കൽ സ്റ്റോറേജ് യൂസ് ചെയ്യുന്ന കാരണം അതിൻ്റെ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കസ്റ്റം ഡൊമൈനിൽ നമുക്ക് സെക്യൂർ ആയിട്ട് നമുക്കിവിടെ ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആക്ച്വലി ഫ്രീ ആയിട്ട് നമ്മൾ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് പക്ഷേ നമ്മുടെ ആയിട്ടുള്ളൊരു കസ്റ്റം ഡൊമൈൻ ആഡ് ചെയ്യണം. അപ്പോൾ കസ്റ്റം ഡൊമൈൻ ആഡ് ചെയ്യാനായിട്ട് ഞാൻ ഗോഡ് ആഡ് ചെയ്യുന്നൊരു ഡൊമൈൻ മേടിച്ചോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഗോഡ് ആഡ് ചെയ്യുന്ന ഒരു കസ്റ്റം ഡൊമൈൻ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ മേടിച്ചേ, ഇതെങ്ങനെ രജിസ്റ്റർ ചെയ്തതെന്നൊക്കെ ഞാനൊരു വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഹൗ ടു ക്രിയേറ്റ് ഫ്രീ വെബ്സൈറ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കാർഡും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്കത് വെച്ച് നിങ്ങൾക്കത് എങ്ങനെ അറിയാത്തവർക്ക് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗോഡ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഗോഡ് ആഡ് തന്നെ മേടിക്കണമെന്നില്ല കേട്ടോ, വേറെ ഏതെങ്കിലും പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു കസ്റ്റം ഡൊമൈൻ മേടിച്ചവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ DNS എന്ന് പറഞ്ഞൊരു സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഓരോത്തിനും അതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ ഗോഡാഡിലാണെങ്കിൽ അതിങ്ങനെയാണ്. സെറാഫ്.in എന്ന് കാണാം. അപ്പോൾ അതിൽ DNS എന്ന് പറഞ്ഞൊരിതുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഗറേഷൻ ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ എൻ്റെ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന കോൺഫിഗറേഷൻ നിങ്ങളുടെ കയ്യിൽ വരുന്ന കോൺഫിഗറേഷൻ, പുതിയതായിട്ട് ഡൊമൈൻ മേടിക്കുമ്പോൾ ഇതിൽ വരുന്ന കോൺഫിഗറേഷനും വ്യത്യാസങ്ങളുണ്ടാവും. അത് നോക്കണ്ട. ഓക്കെ, അതെവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ഇതിപ്പോൾ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിപ്ലോയ് കഴിഞ്ഞു, അതായത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് ഡൊമൈൻ ആഡ് ചെയ്യലാണ് ഇന്ന് നമുക്ക് അടുത്ത് ചെയ്യേണ്ടത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചെയ്യണമെങ്കിൽ സൈറ്റ് ഓവർവ്യൂയിലേക്ക് പോവുക. എന്നിട്ട് ഡൊമൈൻ സെറ്റിങ്സ് ഉണ്ട്, ഡൊമൈൻ സെറ്റിങ്സ് എടുക്കുക. അവിടെ കസ്റ്റം ഡൊമൈൻസ് എന്ന് കാണും. ഇതിൽ ആഡ് കസ്റ്റം ഡൊമൈൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏത് ഡൊമൈനാണ് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഡൊമൈൻ നെയിം അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ seraph.in എന്നാണ്. അപ്പോൾ അതിൽ വെരിഫൈ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു കൺഫർമേഷൻ ചോദിക്കും, ഒന്നുകൂടി വെരിഫൈ കൊടുക്കുക. അപ്പോൾ ഇവിടെ ആക്ച്വലി ഇപ്പോൾ കസ്റ്റം ഡൊമൈൻ ആഡ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇത് ചെറിയ കോൺഫിഗറേഷൻ ചെയ്യണം. അതായത് വെറുതെ ഇവിടെ എഴുതി വെച്ചിട്ട് കാര്യമില്ല, ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. ഒരു DNS കോൺഫിഗറേഷൻ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ പോവുകയാണെങ്കിൽ ഒരു ചെക്ക് DNS കോൺഫിഗറേഷൻ കാണും. അപ്പോൾ ഇതിൽ വരും. അപ്പോൾ ഇതിലൂടെ നോക്കുകയാണെങ്കിൽ ഇതല്ല, ഈ രണ്ടാമത്തെ നമുക്ക് എടുത്താൽ മതി. ഓൾട്ടർനേറ്റ് ആയിട്ട് എ റെക്കോർഡ് പോയിൻ്റ് ചെയ്യേണ്ട പരിപാടി. ഇത് നമ്മുടെ ഡൊമൈൻ DNSലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റം ഡൊമൈൻ ഈ ഹോസ്റ്റിംഗായിട്ട് കണക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ അതിൽ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങോട്ട് കോപ്പി ചെയ്തെടുക്കുക. ഈ IP അഡ്രസ്സ് ഇങ്ങോട്ട് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഡൊമൈൻ നെയിമിൻ്റെ DNSലേക്ക് വന്നിട്ട് ആഡ് കൊടുക്കുക. എന്ത് ടൈപ്പ് റെക്കോർഡാണ് വേണ്ടത്? എ റെക്കോർഡ്. ഇവിടെ ഒരു അറ്റ് കൊടുക്കുക. എന്നിട്ട് .2 നമ്മുടെ IP അഡ്രസ് കൊടുക്കുക. ഈ പറയുന്ന അറ്റ് ചില പ്രൊവൈഡേഴ്സിന് വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ഗോഡ് ആഡ് ചെയ്ത് നമുക്ക് അറ്റിട്ട് കൊടുത്താൽ മതി.
ചിലതിൽ നമ്മൾ seraph.in എന്ന് പറഞ്ഞാൽ ആ ഡൊമെയിൻ നെയിം തന്നെ അടിച്ചു കൊടുക്കേണ്ടി വരും. ഓക്കെ, അത് വ്യത്യാസം ഉണ്ടാവും. അത് നിങ്ങൾ അവർ തന്നെ പറയും എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു എയർ കോഡ് വെച്ച് കൊടുത്തു, IP അഡ്രസ്സ് വെച്ച് കൊടുത്തു, ഇവിടെ നിന്ന് കിട്ടിയ ഡീറ്റെയിൽസ് അനുസരിച്ച്, എന്നിട്ട് സേവ് ചെയ്യുക. ഇവിടെ ആക്ച്വലി നമ്മുടെ എയർ കോഡ് സേവ് ആയിട്ടുണ്ട്. ഇതാണ് ഇരിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് ക്ലോസ് ചെയ്യുക, ഇവിടെ താഴേക്ക് വരാം, വെരിഫൈഡ് DNS കോൺഫിഗറേഷൻ എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ DNS വെരിഫിക്കേഷൻ ഫെയിൽഡ് എന്ന് കാണിക്കും, കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ DNS വെരിഫിക്കേഷൻ വാസ് സക്സസ്ഫുൾ കാണിക്കും. അതായത് ആ DNS കണക്റ്റ് ആവാനായിട്ട് അതിൻ്റെ ഒരു കുറച്ച് ടൈം എടുക്കും, അതിൻ്റെ കണക്ഷൻ ശരിയാവാനായിട്ട്. ഇനി പ്രൊവിഷൻ സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്യുക. പ്രൊവിഷൻ സർട്ടിഫിക്കറ്റ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. വി കുഡ് നോട്ട് പ്രൊവിഷൻ ലെറ്റ്സ് എൻക്രിപ്റ്റ് സർട്ടിഫിക്കറ്റ് ഫോർ യുവർ കസ്റ്റം ഡൊമെയിൻ എന്ന് കാണിക്കും. അത് പേടിക്കേണ്ട, കാരണം കുറച്ച് ടൈം എടുക്കും അതിൻ്റെ ആ ഒരു കണക്ഷൻ കാര്യങ്ങൾ റെഡി ആവാനായിട്ട്. അപ്പോൾ ഇത് കുറച്ച് ടൈം കൊടുക്കുക, എന്നിടയ്ക്ക് റീലോഡ് ചെയ്ത് നോക്കാം. കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ റീലോഡ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ സൈറ്റിനിവിടെ യുവർ സൈറ്റ് ഹാസ് HTTPS എനേബിൾഡ് എന്ന് കാണിക്കും, അതിന് കുറച്ച് ഡീറ്റെയിൽസ് കാണിക്കും. ഇനി നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് എടുത്ത് റീലോഡ് ചെയ്ത് നോക്കിയേ. അയ്യോ, ഒരു മിനിറ്റ് കേട്ടോ, HTTPS ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ SSL സർട്ടിഫിക്കറ്റ് ഒക്കെ വന്നു, അത് സെക്യൂർഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഹോസ്റ്റ് ചെയ്യാൻ പഠിച്ചു, ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യാൻ പഠിച്ചു, കസ്റ്റം ഡൊമൈൻ ആഡ് ചെയ്യാൻ പഠിച്ചു, ഒരു SSL സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വെബ് ആപ്പ് നമ്മളിപ്പോൾ ഹോസ്റ്റ് ചെയ്തു ഫ്രീ ആയിട്ട്, വളരെ ഫാസ്റ്റായിട്ട്. എന്തൊരു പെട്ടെന്നാണ് നമുക്കത് ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയത് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഉദ്ദേശം ഇന്ന് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. നമുക്കത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാം. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ നിങ്ങൾ വെബ് ഡിസൈനിങ്ങിൽ നിങ്ങൾ അറിയേണ്ട ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ 14 ദിവസങ്ങളിലുള്ളിൽ നമ്മൾ കണ്ടു അല്ലേ? 14 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ കണ്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇപ്പോൾ ആക്ച്വലി എന്താ പറയുക, ഞാൻ വളരെ ഹാപ്പിയാണ്. 14 ദിവസം എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചല്ല, പക്ഷെ എന്തോ ദൈവം അനുഗ്രഹിച്ച് എനിക്കത് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളെക്കൊണ്ട് സാധിക്കും. സാധിക്കാത്ത പരിപാടിയൊന്നുമല്ല. ഓക്കെ, അപ്പോൾ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും, ആർക്കും പറ്റും, എല്ലാവർക്കും പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫോം ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്തവർ അവരുടെ ഫീഡ്ബാക്ക് ആ ഫോമിലൊന്ന് പോയി എൻട്രി ചെയ്യുകയാണെങ്കിൽ എനിക്കറിയാൻ പറ്റും എന്തുമാത്രം ഹെൽപ്ഫുള്ളായി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒരു പ്രശ്നമില്ല. കാരണം നെഗറ്റീവ് ആണെങ്കിലാണല്ലോ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ശരിയാക്കാനുണ്ട്. ക്രിറ്റിസിസം അത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിലും ഒരു പ്രശ്നമില്ല. പോസിറ്റീവ് കമൻറ്റ്സ് കിട്ടുകയാണെങ്കിൽ സന്തോഷമായി, ഹാപ്പിയായി, യൂസ്ഫുള്ളായി എന്നറിയുകയാണെങ്കിൽ സന്തോഷം. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ എന്താ പറയുക, നമുക്ക് അങ്ങനെ വലിയ റീച്ചും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ എന്നാലും കുറച്ച് പേരത് കാണുന്നുണ്ട്, റെഗുലറായിട്ട് കാണുന്നുണ്ടെന്ന് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്, ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെ ഇവൻറ്റ്സൊക്കെ ചെയ്യാം. അപ്പോൾ എനിക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ആക്ച്വലി 14 ദിവസത്തിനിടയിൽ എവിടെയെങ്കിലും ഗ്യാപ്പ് വരുമോ എന്നോട് കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിച്ചു, നീ ഇത് കംപ്ലീറ്റ് ചെയ്യോടെ എന്നൊക്കെ ചോദിച്ചു. ഇടയ്ക്ക് വെച്ച് നിർത്തി പോകേണ്ട ഒരു സുഖമുള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലടാ, ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വീഡിയോസ്, കാരണം എനിക്ക് എന്നെ തന്നെ സംശയമായതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി റിലീഫ് ഉണ്ടായിരുന്നു, കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ചില ഇത് എടുത്ത് വെച്ചെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഇടയ്ക്ക് ഒരു ദിവസം ഒരു ലേറ്റായിട്ടാണ് വീഡിയോ റിലീസ് ചെയ്തത്. ചെറിയ പ്രോബ്ലമൊക്കെ എഡിറ്റിങ്ങിൽ വന്നു. പക്ഷെ എന്നാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. 14 ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ആദ്യമായിട്ടാണ് ഞാനൊരു ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യണത്, ഇവൻറ്റ് പ്രോപ്പറായിട്ട് തീർക്കണത്. മനസ്സിലായി, ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷയല്ല, പക്ഷേ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക, അതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. നമ്മൾ വെറുതെ ചെയ്തു പോയിട്ട് കാര്യമല്ലോ. നിങ്ങൾക്ക് കാരണം കുറേ പേര് എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ചേട്ടാ നന്നായിട്ടുണ്ട് കേട്ടോ, മനസ്സിലാവുന്നുണ്ട് കേട്ടോ, നന്നായി പോകുന്നുണ്ട് എന്നൊക്കെ പറയണൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും എന്നോട് പറയാൻ മടിക്കരുത്. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചെയ്താലും ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെന്താ പറയുക, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് അവരുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതും സന്തോഷമാണ്. 14 ദിവസം നമുക്ക് അടുത്ത ഇവൻറ്റുകളൊക്കെ നമ്മുടെ ചാനൽ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി എന്തിട്ട് ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം അതൊക്കെയാണ് നമുക്ക് കിട്ടുന്നൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലാണ്ട് നമ്മളൊരു ഇൻകം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുവരെ നമുക്ക് യൂട്യൂബിൽ നിന്ന് അങ്ങനെ ഒരു ഇൻകം കാര്യങ്ങളൊന്നും വന്നില്ല. കാരണം ഞാൻ നോക്കണമില്ല, നമുക്ക് അതിൻ്റെ ഒരു യൂസ് ഇപ്പോൾ വന്നിട്ടുമില്ല. ഓക്കെ,
അപ്പോൾ നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവൻ്റ് ഉണ്ട്. ഞാനപ്പോൾ എന്തായാലും അടുത്തൊരു ഇവൻറ്റിൻ്റെ ഒരു പ്ലാനിലാണ് എന്ത് ഇവൻ്റാണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾ വെബ് ഡിസൈനിങ് ആണ് ചെയ്തത്, അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്തത് എന്ത് ടൈപ്പ് സംഗതികളാണ് നമ്മൾ ഇവൻറ്റുകളാണ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം, പിന്നെ ഫോമിലും പറയാം. രണ്ട് സ്ഥലത്തും പറയണമെന്നൊന്നുമില്ല, എവിടെയെങ്കിലും പറഞ്ഞാൽ ഞാൻ അറിഞ്ഞാൽ മതിയല്ലോ. ഓക്കെ, പിന്നെന്താ പറയുക, നമ്മുടെ ഇനിയും വേറെ കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനി വരുന്നുണ്ട്. നമ്മൾ റെഗുലറായിട്ട് ചെയ്യാനുള്ള പ്ലാൻ തന്നെയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അത് സന്തോഷമാണ്. പിന്നെ നമുക്ക് അടുത്ത ദിവസം കൊണ്ട് കാണാം. താങ്ക് യു.